ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് ബ്രെഡും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുകിയ നാടൻ ബീഫും കൂടെ ഒരു പിടുത്തം പിടിച്ചാൽ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് സ്റ്റൂവും സ്റ്റീംഡ് ബ്രെഡും ആണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. 6-7 പേർക്ക് ഒരു നേരം കഴിക്കാവുന്ന ബീഫ് സ്റ്റൂ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കിലോ ബീഫ് ബോൺലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബോൺ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലോട്ട് ഇടുന്നുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ബീഫിലോട്ട് 1 ടീസ്പൂൺ മുഴുവൻ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഞാൻ കുരുമുളക് പൊടി, നല്ല പെപ്പർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബീഫിന്റെ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിലാണ് വെജിറ്റബിൾ ഒക്കെ വേവിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറൊക്കെ ഒന്ന് അടച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 5 വിസിലും കൊടുത്താൽ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. മിനിമം ഒരു 7-8 വിസിൽ വെക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും തന്നെ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് വേണ്ട പച്ചക്കറികളായിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് നല്ല സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലുപ്പമില്ലാതെ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2 ക്യാരറ്റിന്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല. 2 ക്യാരറ്റ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. വലിപ്പമുള്ളത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കുക. കുറച്ചും കൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. ഇനി ഞാനൊരു സ്റ്റൗ കത്തിച്ച് നല്ലൊരു ഉരുളി വെക്കുന്നുണ്ട്. ഉരുളിയോ അല്ലെങ്കിൽ നല്ല വായുവട്ടമുള്ളൊരു പാത്രം വയ്ക്കുക. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നല്ല ഫ്ലേവർ കിട്ടും വെളിച്ചെണ്ണ ആകുമ്പോൾ. വെളിച്ചെണ്ണയിലാണ് സ്റ്റൂ ഒക്കെ ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ടാവുക. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ സവാള ഒന്ന് മൂത്ത് വരണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഒന്ന് മൂത്ത് വരുന്ന വരെ വഴറ്റിയിട്ട് അതിലോട്ട് നമ്മൾ സ്ക്വയറായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിലോട്ട് സ്ക്വയറായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഉരുളക്കിഴങ്ങും അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ സ്പൈസസ് ആയിട്ട് ഒരു 4-5 ഏലക്കായും 2 പട്ടയും കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ തന്നെ ഈ സ്പൈസസ് ഇടാതെ ഈ പച്ചക്കറിയുടെ ഒപ്പം ഇടുമ്പോഴാണ് എല്ലാ ഫ്ലേവറും ഒരുമിച്ച് കിട്ടുള്ളൂ. ഇനി ഈ പച്ചക്കറിക്ക് വേണ്ട ഉപ്പായിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പെപ്പർ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പെപ്പറിന്റെ ഫ്ലേവറാണ് സ്റ്റൂവിൽ നന്നായിട്ട് എടുത്തറിയേണ്ടത്. അപ്പോൾ നമ്മളൊരു 8 വിസിലടിച്ച് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്ന സ്റ്റോക്കിലാണ് നമ്മൾ ഇനി ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 കപ്പ് ബീഫിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത്. ഈ സ്റ്റോക്കിൽ വേകുമ്പോഴാണ് ഈ പച്ചക്കറികൾക്ക് ഈ ബീഫ് സ്റ്റൂവിന് നല്ല ഫ്ലേവർ കിട്ടുക. ഇത് വേകുമ്പോൾ തന്നെ ഈ ബീഫിന്റെ സ്റ്റോക്കിൽ കിടന്ന് വേണം വേകാനായിട്ട്. ഇനി ഒരു 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെള്ളം ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ ബീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ബീഫും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ബീഫിന്റെ ഫ്ലേവർ എല്ലാം ഈ പച്ചക്കറിയിലേക്കും മസാലയിലേക്കും അതുപോലെ പട്ടയുടെ ഒക്കെ ഫ്ലേവർ ബീഫിലേക്കും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം ഒരുവിധം വറ്റി വന്നിട്ടുണ്ടാവും. അതൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നല്ല നാടൻ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 മൂടി നാളികേരം അല്ലെങ്കിൽ 1.5 മൂടി നാളികേരം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഒരു 1/2 കപ്പോളം 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുറുകി വരണം. ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇനി ഇത് നമുക്കൊന്ന് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് കൊഴുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഒരു നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിടാവുന്നതാണ്. ഞാനിത് നാടൻ സ്റ്റൈലായതുകൊണ്ട് ഇടുന്നില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അണ്ടിപ്പരിപ്പ് നെയ്യിലൊക്കെ ഇട്ടെന്ന് വറുത്താൽ നല്ല ടേസ്റ്റും കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ കോമ്പിനേഷനായ ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം വെച്ച് നല്ല ആവി കയറ്റി എടുക്കുന്നുണ്ട് ബ്രെഡ്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രെഡ് വരും. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഈ ബ്രെഡ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് നമ്മൾ നല്ല ബീഫ് സ്റ്റൂവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് കുതിർത്ത് അങ്ങോട്ട് കഴിച്ചാൽ കിടിലൻ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേത് തന്നെ ചപ്പാത്തിയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ ഈ ബീഫ് സ്റ്റൂ കിടിലനായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നമ്മളെ അറിയിക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.